സെൽഫൊന്നാണെങ്കിൽ കൊടുക്കാം, പക്ഷെ എന്റെ സെൽഫ് നോക്കുമ്പോൾ ശരിയല്ല. എല്ലാവർക്കും നമസ്കാരം. കേരള മഹിളാ സംഘത്തിന്റെ ഓഗസ്റ്റ് 1 ലോക്ക്ഡൌണിലേക്ക് നടത്തുന്ന മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രക്കുറിപ്പ് ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. നാരീശക്തി വന്ദന അധിനിയം ഉപാധികളില്ലാതെ നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച 20-ാം തീയതി മുതൽ പാർലമെന്റിന് മുമ്പിൽ സംയുക്ത മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സമരം ആരംഭിച്ചിട്ടുണ്ട്. 20-ാം തീയതി മുതലാണ് സമരത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും. 20-നും 21-നും നടന്ന 2 ദിവസത്തെ സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോക്ക്ഡൌണിലേക്ക് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ കേരള മഹിളാ സംഘം മാത്രമാണുള്ളത്, സംയുക്ത മഹിളാ സംഘത്തിന്റെ പരിപാടിയല്ല. തുടർന്ന് ജില്ലകളിലും ഒക്കെ ഈ സമരം, ഈ നാരീശക്തി വന്ദന അധിനിയം നടപ്പാക്കുന്നിടം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് സംഘടന കൈക്കൊണ്ടിട്ടുള്ളത്. പാർലമെന്റിന്റെ മുമ്പിലെ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് സംയുക്ത മഹിളാ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത്. ഈ സമരം ലോക്ക്ഡൌണിന് മുമ്പിൽ നടക്കുന്ന മാർച്ച് ഓഗസ്റ്റ് മാസം 1-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വിനോദ് വിശ്വ ഉദ്ഘാടനം ചെയ്യും. ആ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് ജെ ചിഞ്ചുറാണി, സഖാവ് മഹിളാ സംഘത്തിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, മന്ത്രിയാണ് സഖാവ് കമല സദാനന്ദൻ, കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തം, MLA-മാരായ GR അനിൽ, സഖാവ് മുൻ MLA സഖാവ് എൻ രാജൻ, മങ്കോട് രാധാകൃഷ്ണൻ, ഡോക്ടർ ലതാദേവി തുടങ്ങിയ ആളുകൾ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. 14 ജില്ലയിൽ നിന്നുള്ള സഖാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായി ലോക്ക്ഡൌണിന് മുമ്പിലേക്ക് എത്തിച്ചേരുന്നു. ഇത് നിങ്ങളെ അറിയിക്കുന്നതിനും പരമാവധി പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ നിയമം നടപ്പിലാക്കുന്നതിനും ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. പരമാവധി പ്രചാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ടുണ്ട്. സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സഖാവ് ബിജിമോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. സഖാവ് കവിത സന്തോഷ് ട്രഷററാണ്. ജില്ലാ സെക്രട്ടറിയാണ് രാഖി രവികുമാർ. ഷീജ ജില്ലാ പ്രസിഡന്റാണ് തിരുവനന്തപുരം. ഈ സമരത്തോടൊപ്പം തന്നെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ കൂടിയാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീവിരുദ്ധ നയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ വനിതാ സംവരണ ബില്ല് ഇത്രയും കാലമായിട്ട് നടപ്പാക്കാതിരുന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ കാലം മരവിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലാണ്. 96 മുതൽ NFIW പാർലമെന്റിനകത്തും പുറത്തും ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില സാമ്പത്തിക നയങ്ങൾ, ഫുഡ് കോർപ്പറേഷന്റെ അധികാരം ഒഴിവാക്കിക്കൊണ്ട് പിറകിലൂടെ ചില കുത്തക കമ്പനികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഇന്ത്യയിൽ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ 62% സ്ത്രീകളാണ് പട്ടിണിയിൽ കിടക്കുന്നവർ. 1,35,000 കുഞ്ഞുങ്ങൾ, അത് യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പട്ടിണി മൂലം ഒരു ദിവസത്തിനും 1 വയസ്സിനും ഇടയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സ്ത്രീവിരുദ്ധ നടപടികൾക്കെതിരെ ഞങ്ങൾ സമരം നടത്തുന്നത്. കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഞങ്ങൾ ഉന്നയിക്കും. ബി.ജെ.പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSന്റെ നേതാക്കന്മാർ സ്ത്രീകളോടുള്ള സമീപനം, അത് കേരളത്തിൽ മാത്രമല്ല, അഡ്വക്കേറ്റ് മോഹൻദാസിനെതിരായിട്ട് ഇന്നലെ കേരള മഹിളാ സംഘം എറണാകുളത്ത് സമരം നടത്തി. അത് കേരളത്തിൽ മാത്രമല്ല, ഇത്തരം സമീപനങ്ങൾ ഇന്ത്യയിലാകമാന സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അതിക്രമങ്ങളിൽപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് പകരം ആരാണോ അവളെ അതിക്രമിച്ചത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് RSSന്റെ BJPയുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും അത്തരം ആളുകളിൽ നിന്നുണ്ടാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് കേരള മഹിളാ സംഘം മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ സഖാവ് ചിഞ്ചുറാണി നിങ്ങളോട് പറയും.
പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, എന്നോടൊപ്പമുള്ള കേരളം കരുതുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, എല്ലാ വനിതാ സംഘടനകളും ഇതിനോടൊപ്പം കഴിഞ്ഞ 2010 ഇത് ഇന്ത്യയുടെ പാർലമെന്റിലും ഒക്കെ ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ ആഗ്രഹിച്ച് കാണാമെന്ന് ഇത് നടപ്പിലാകും. പക്ഷെ കഴിഞ്ഞ BJP ഗവൺമെന്റ് 10 വർഷക്കാലം കഴിഞ്ഞു, ഒരടുത്ത ഭരണത്തിലേക്ക് വീണ്ടും അവർ കയറി. ആരോടും ചോദിക്കാതെ വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പാർലമെന്റിൽ ഇത് പാസ്സാക്കുന്ന നമ്മളെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വളരെ സന്തോഷിച്ചു. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭകളിലും പാർലമെന്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു 33% സ്ത്രീകൾ ഈ വേദികളിൽ വരും എന്നുള്ളത് ഞാൻ ഉറപ്പാണ്. പക്ഷെ അതിന്ന് പാസ്സാക്കിയതിനു ശേഷം പെട്ടിയിൽ അടച്ചു വയ്ക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം. അവരിപ്പോ പറയുന്നത് ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം, അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മണ്ഡലം പുനർനിർണയങ്ങൾ നടത്തണം എന്നുള്ള തരത്തിലേക്കാണ് അവരിപ്പോ വന്നിരിക്കുന്നത്. ഇത് രണ്ടും നടപ്പിലാക്കിയാൽ മാത്രമേ വനിതാ സംവരണ ബില്ലും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുവാൻ പറ്റും. അപ്പൊ അത് ഉപാധികളില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ 2 ഉപാധികൾ ഇല്ലാതെ തന്നെ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ഇത് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ കേരള മഹിളാ സംഘവും ഞങ്ങളുടെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമനും ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോയതാണ്. മുൻപ് ഞങ്ങൾ 1 മാസവും 15 ദിവസവും ഒക്കെ നീണ്ടത് പാർലമെന്റിന്റെ മുമ്പിലുള്ള സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കാളികളായതാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാതെ നടപ്പിലാക്കണമെന്ന ആവശ്യം വീണ്ടും ഞങ്ങൾ ഉന്നയിച്ച് ഈ കഴിഞ്ഞ 20-ാം തീയതി 21-ാം തീയതി ഇന്ത്യയുടെ പാർലമെന്റിന് മുമ്പിൽ ജന്തർ മന്ദറില് ഞങ്ങളുടെ സമരം ഇപ്പോഴും ഞങ്ങൾ നടത്തി വീണ്ടും വന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ കേരള മഹിളാ സംഘം വീണ്ടും ഈ സമരം എത്രയും പെട്ടെന്ന് ഈ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരീശക്തി വന്ദൻ അധീനിയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ തുടർന്നു പോകുന്നത്. ഞങ്ങളുടെ സംസ്ഥാനത്തൊട്ടാകെ 14 ജില്ലകളിലെയും സാക്കള് ഈ വരുന്ന 1-ാം തീയതി രാജ്ഭവന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ലോക്ഭവന്റെ മുമ്പിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. ആ സമരം ജനങ്ങൾ അറിയത്തക്ക നിലയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പത്രസമ്മേളനത്തിന് മുന്നോട്ട് വന്നിട്ട് ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കെല്ലാം ശരി, വേറൊന്നും 2 കണ്ടീഷൻസ് ഉണ്ട്.